ജന്തർ മന്ദറിലെ CJP സമരത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞുകയറിയതിൽ അന്വേഷണം ആരംഭിച്ച കേന്ദ്ര ഏജൻസികൾ സമരം അട്ടിമറിച്ച് ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ചാരസംഘടന ISI ഗൂഢാലോചന നടത്തിയതായി പഞ്ചാബ് പോലീസ് വ്യക്തമാക്കി. പഞ്ചാബിൽ പിടിയിലായ ആയുധ പരിശീലനം ലഭിച്ച ഭീകരരിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ജന്തർ മന്ദറിലെ പാറ്റകളുടെ സമരത്തിന്റെ സ്വഭാവം മാറുന്നതായും അക്രമങ്ങൾക്ക് ആസൂത്രിത ഗൂഢാലോചന നടത്തുന്നതായും നേരത്തെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ജന്തർ മന്ദറിലെ CJP സമരം അട്ടിമറിച്ച് ഭീകരാക്രമണം നടത്താൻ പാകിസ്ഥാൻ ചാരസംഘടന ISI ഗൂഢാലോചന നടത്തിയതായി പഞ്ചാബ് പോലീസ് റിപ്പോർട്ട് ചെയ്തു. പഞ്ചാബിൽ പിടിയിലായ ഭീകരരിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. പ്രായപൂർത്തിയാകാത്ത 4 പേരുൾപ്പെടെ 9 പേരെയാണ് പഞ്ചാബ് പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത്. ഇതിൽ 8 പേർ ഡൽഹിയിൽ ജന്തർ മന്ദറിലെത്തി പെട്രോൾ ബോംബ് ആക്രമണത്തിന് ശ്രമം നടത്തി. പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇവർ പിൻവാങ്ങിയതെന്നും ബോംബും തോക്കും ഉൾപ്പെടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇവർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും അമൃത്സർ പോലീസ് കമ്മീഷണർ ഗുർപ്രീത് സിംഗ് അറിയിച്ചു. दूसरा जो मॉड्यूल है वो पेट्रोल बॉम्ब जो फेंकने का उनको तैयार किया जा रहा था। पहले पाक बेस्ड हैंडलर्स और ISI के बंदों ने उनको वीडियो के ज़रिए पेट्रोल बम चलाने और उसको इस्तेमाल करने की ट्रेनिंग दी और इनको ये टास्क दिया गया था कि आप पुलिस इस्टेब्लिशमेंट्स और सिक्योरिटी इस्टेब्लिशमेंट्स की रैकी करें, उनकी वीडियो बनाएं, ये टास्क था। പിടിയിലായവരിൽ നിന്ന് പെട്രോൾ ബോംബ്, തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരരുമായി ആശയവിനിമയം നടത്തിയതും ജന്തർ മന്ദറിലെയും റെയിൽവേ സ്റ്റേഷനുകളുടെയും ദൃശ്യങ്ങൾ അയച്ചുകൊടുത്തതും കണ്ടെത്തി. പാകിസ്ഥാൻ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് കോക്രോച്ച് ജനതാ പാർട്ടി സമരം അട്ടിമറിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയതായി നേരത്തെ ബംഗാളിൽ പിടിയിലായ ഭീകരൻ മൊഴി നൽകിയിരുന്നു. പോലീസ് വേഷത്തിലെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിരുന്നു നീക്കം നടത്തിയത്. ഈ വിഷയങ്ങൾ NIA ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ ഗൗരവത്തോടെ അന്വേഷിച്ചു വരികയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.